വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് അല്ലെങ്കിൽ അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ 7ാമത്തെ ചാപ്റ്ററാണ് നിങ്ങളെ മാജിക് ഓഫ് സെൻസ്, അതായത് ഇന്ദ്രിയ ജാലം. മലയാളവും ഇംഗ്ലീഷും നോക്കണേ നിങ്ങളെ 2 ടെസ്റ്റ് കൂടെ വെച്ചാണ് ഞാൻ വായിക്കുന്നത്. കാരണം ഞാൻ മലയാളം പുസ്തകം ഒന്ന് വായിച്ചപ്പോൾ കമൻറ്റ് ബോക്സിൽ കണ്ട് ഇംഗ്ലീഷും കൂടി ഒന്ന് വായിച്ച് തരണേന്ന് കേട്ടോ. അതുകൊണ്ട് ഞാൻ 2 പുസ്തകവും വായിക്കുന്നുണ്ട്. 2 പേർക്കും ഉപയോഗപ്രദമായ രീതിയിലാണ് ഞാൻ വായിക്കുന്നത്. പാഠത്തിൻ്റെ പേര് മാജിക് ഓഫ് സെൻസസ് കേട്ടോ. സെൻസ്, മാജിക് ഓഫ് സെൻസ്, ഇന്ദ്രിയ ജാലം. നോക്കണേ, അതിനകത്ത് കുറേ പിക്ചർ തന്നിട്ടുണ്ട്. ഒക്കെ ഒരു പട്ടിയുടെ, ഒരു ഈഗിളിൻ്റെ അല്ലേ, നോക്കിയേ, കരടി, ബട്ടർഫ്ലൈ, ക്രോക്കോഡൈൽ, ഇങ്ങനെ 5 എണ്ണത്തിൻ്റെ പടം തന്നിട്ടുണ്ട്. മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം നോക്കണേ കുഞ്ഞുങ്ങളെ. ഫസ്റ്റ് പേജിൽ ഒരു 5 എണ്ണത്തിൻ്റെ പടം തന്നിട്ടുണ്ട് കണ്ടോ. ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരേപോലെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഇംഗ്ലീഷ് മീഡിയക്കാർ നോക്കണേ. ഐ ക്യാൻ റെക്കഗ്നൈസ് ഈവൻ ദ ലോവസ്റ്റ് ഓഫ് ദ സൗണ്ട്. നോക്കിക്കേ, ഐ ക്യാൻ റെക്കഗ്നൈസ് ഈവൻ ദ ലോവസ്റ്റ് ഓഫ് ദ സൗണ്ട്. എന്താ, ഞാൻ ചെറിയ ശബ്ദം പോലും തിരിച്ചറിയുന്നു. ആ പട്ടി അവിടെ അല്ലെ നായ പറയുകയാണ്, ഞാൻ ചെറിയ സൗണ്ട് പോലും അല്ലെ ചെറിയ ശബ്ദം പോലും ഞാൻ സൗണ്ട് തിരിച്ചറിയാൻ കഴിവുള്ള, എളുപ്പം തിരിച്ചറിയാൻ കഴിയുന്നുള്ള ജീവിയാണ് നമ്മുടെ പട്ടി അല്ലെങ്കിൽ നായ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ, ഈഗിൾ അല്ലേ, ഐ ക്യാൻ സീ ദ പ്രേ ഈവൻ ഫ്രം എ ഗ്രേറ്റ് ഡിസ്റ്റൻസ്. എന്താ, ഈഗിൾ പറഞ്ഞ എന്താവും നിങ്ങളെ, പരുന്ത്, വളരെ ദൂരെയുള്ള ഇരയെ പോലും എനിക്ക് കാണാൻ കഴിയും. വളരെ ദൂരെയുള്ള ഇരയെ പോലും എനിക്ക് കാണാൻ കഴിയുമെന്നാണ് ഈഗിൾ പറയുന്നത്. ഇനി അടുത്ത ആരാ, ബിയർ, കരടി പറഞ്ഞു നോക്കിയേ, ഐ ക്യാൻ റെക്കഗ്നൈസ് ഇവർ ദ ഫെയിൻറ്റസ്റ്റ് ഓഫ് സ്മെല്ല്. എത്ര ഇതായിട്ടുള്ള സ്മെല്ലാണെങ്കിലും എനിക്ക് പെട്ടെന്ന്, അപ്പോൾ ഓരോരുത്തരും ഓരോന്നിനെ കുറിച്ചാണ് പറയുന്നത്, എന്ത് സൗണ്ടാണെങ്കിലും എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുമെന്ന് നായ. ഇനി എത്ര ദൂരത്തുള്ള വസ്തുവിനെയും എനിക്ക് പെട്ടെന്ന് കാണാൻ കഴിയുമെന്ന് ഈഗിള്. ഏത് സ്മെല്ലാണെങ്കിലും എനിക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുമെന്ന് ആര് പറഞ്ഞു, ബിയർ. ഇനിയോ, ഐ ക്യാൻ റെക്കഗ്നൈസ് ടേസ്റ്റ് യൂസിങ് മൈ ലെഗ്. ഇനി കാലുകൊണ്ട് കേട്ടോ, ഇവിടെ എന്താ പറഞ്ഞേ, എൻ്റെ കാലുകൾ ഉപയോഗിച്ച് രുചി തിരിച്ചറിയാൻ എനിക്ക് കഴിയും. നമ്മളൊക്കെ എങ്ങനെയാണ്, നാക്ക് ഉപയോഗിച്ചല്ലേ നിങ്ങളെ, ടങ്ക് ഉപയോഗിച്ചാണ് ടേസ്റ്റ് അറിയുന്നത് അല്ലേ, രുചി അറിയുന്നത്. പക്ഷേ നമ്മുടെ ബട്ടർഫ്ലൈസുകൾ അല്ലേ, പൂമ്പാറ്റകൾക്ക് കാലുകൾ ഉപയോഗിച്ച് രുചി തിരിച്ചറിയാൻ കഴിയും എന്നാണ്. ഇനി അടുത്ത ആരാണ്, ക്രോക്കോഡൈൽ. മുതൽ എന്താ പറഞ്ഞത്, എൻ്റെ ശരീരം പാറ പോലെയാണെങ്കിലും എവിടെ തൊട്ടാലും ഞാൻ അറിയും കേട്ടോ. എന്ന് വെച്ചാൽ എന്താ, ടച്ച്, അതായത് ഈവൻ ഈഫ് മൈ ബോഡി ഈസ് ഹാർഡ് അല്ലേ, എൻ്റെ ബോഡി ഭയങ്കര ഹാർഡാണ്, ലൈക്ക് എ റോക്ക്, പാറ പോലെ അല്ലേ, ഐ വിൽ നോ വേർ എവർ ടച്ച്ഡ്. എൻ്റെ ശരീരത്തെ എവിടെ ടച്ച് ചെയ്താലും എനിക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുമെന്ന് ആര് പറയുന്നു, നമ്മുടെ ക്രോക്കോഡൈൽ പറയുന്നു. നോക്കിക്കേ, യു ഹാവ് റീഡ് what each creature has said, have not you what are the special abilities of these creature to recognize their surrounding. കണ്ടോ, ഇതിൻ്റെ അതായത് ഓരോ ജീവിയും അവരെക്കുറിച്ച് പറഞ്ഞതാണ് നമ്മളിപ്പോൾ വായിച്ചതെന്ന്. ഇവിടെ 5 ജീവിയെക്കുറിച്ച് പറഞ്ഞു. ആ 5 ജീവിയും വായിച്ചതാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ചുറ്റുപാടുകളെ തിരിച്ചറിയുന്നതിന് ഈ ജീവികൾക്കുള്ള പ്രത്യേക കഴിവുകൾ എന്തെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഓരോ ജീവിയെക്കുറിച്ച് പറഞ്ഞെങ്കിലും അവ എന്താണ്, ചുറ്റുപാടുകളെ തിരിച്ചറിയുന്നതിന് ഈ ജീവികൾക്ക് ഒരു പ്രത്യേക കഴിവുകളുണ്ട് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് പേജ് ഓക്കെ ആണോ നിങ്ങളെ? ഫസ്റ്റ് പേജ് ഓക്കെ ആണല്ലോ. നോക്കിക്കേ, 2ാമത്തെ പേജ് നോക്കണേ, പിക്ചർ കണ്ടോ. എക്സാമിൻ ദ ഇല്ലുസ്ട്രേഷൻ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ. നമുക്ക് ഇംഗ്ലീഷുകാർക്ക് മലയാളം മീഡിയക്കാർക്ക് ഞാൻ എഴുതിയിട്ടുണ്ട്, അത് ഇംഗ്ലീഷ് നോക്കൂ നിങ്ങളെ. എക്സാമിൻ ദ ഇല്ലുസ്ട്രേഷൻ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ. ചിത്രീകരണം പരിശോധിച്ചിട്ട് താഴെ പറയുന്ന പട്ടിക പൂർത്തിയാക്കുക. ക്രിയേച്ചർ എന്ന് വെച്ചാൽ ജീവികൾ, ഓർഗൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവയവം, എന്ന് വെച്ചാൽ അവരുടെ സ്പെഷ്യൽ എബിലിറ്റി, അവരുടെ പ്രത്യേക കഴിവുകൾ എന്തൊക്കെയാണെന്ന് എഴുതാനാണ്. നോക്കണേ നിങ്ങൾ, ഓരോ ജീവികളെ കുറിച്ചുമാണ് നമ്മളിപ്പോൾ നമ്മൾ പഠിച്ചത് തന്നെയാണ്. ഈഗിൾ അല്ലേ, ഫസ്റ്റ് ഈഗിൾ എന്ന് വെച്ചാൽ ആരാ, പരുന്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കണ്ണുകളാണ്. എത്ര ദൂരത്തിൽ നിൽക്കുന്നതിനെയും അതിന് തിരിച്ചറിയാൻ പറ്റുമെന്നാണ് പറയുന്നത് അല്ലേ. ഇനിയോ, എന്നാൽ ഫാർ സൈറ്റ് എന്ന് വെച്ചാൽ എന്താ, ദൂരെ കാഴ്ച, ഏത് ദൂരെ ഉള്ളതിനെയും അതിന് എത്ര ദൂരത്ത് നിന്നാലും കാണാൻ പറ്റും എന്നതാണ് കേട്ടോ. ഈഗിൾ, ഐസ്, ഫാർ സൈറ്റ്. ഇനി ബട്ടർഫ്ലൈ അല്ലേ, പൂമ്പാറ്റകൾ പറയുന്നത് അവരുടെ കാലുകളാണ് അല്ലേ, ഫീറ്റ്, കാല് അല്ലേ,
കാലുകൾ റെക്കഗ്നൈസ് ടേസ്റ്റ്, കാലുകൾ കൊണ്ട് രുചി തിരിച്ചറിയാൻ അവർക്ക് കഴിയുമെന്നാണ് പറയുന്നത്. നമ്മൾ നാക്ക് വെച്ചാണെങ്കിലും അല്ലേ, വായിലെ നാക്ക് വെച്ചാണ് നമ്മൾ രുചി അറിയുന്നത്. പക്ഷേ ബട്ടർഫ്ലൈസ് അല്ലേ, പൂമ്പാറ്റകൾ എന്താ ചെയ്യുന്നത്, അതിൻ്റെ കാലുകൊണ്ടാണ് രുചി തിരിച്ചറിയുന്നത്. ക്രോക്കോഡൈൽ, മുതല അതിൻ്റെ തൊലി, അതിൻ്റെ സ്കിന്നുണ്ടല്ലോ, തൊലിയിൽ ആര് ടച്ച് അല്ലേ, എവിടെ ടച്ച് ചെയ്താലും ടച്ച്, സ്പർശനം അറിയും, പെട്ടെന്ന് അത് അറിയാൻ പറ്റുമെന്ന്. പിന്നെ അതുപോലെ ഡോഗിൻ്റെ ചെവി, ഏത് സൗണ്ട് എവിടെ ഉണ്ടെങ്കിലും എന്താ നല്ല പവർഫുൾ ഹിയറിങ്, എന്ത് സൗണ്ട് ശക്തമായ കേൾവിയാണ് അല്ലേ, ഏത് സൗണ്ട് എത്ര ചെറിയ സൗണ്ട് മൈന്യൂട്ടായ സൗണ്ട് ആണെങ്കിലും അത് പെട്ടെന്നത് തിരിച്ചറിയുമെന്ന്. ഇനി കരടിക്ക് മൂക്ക്, ഏത് സ്മെല്ല്, എന്ത് സ്മെല്ലും മണത്തറിയാനുള്ള കഴിവ്, ഫെയിൻറ്റ് സ്മെല്ല് കേട്ടോ, എന്താ ഐഡൻറ്റിഫൈ ഫെയിൻറ്റ് സ്മെല്ല്, തിരിച്ചറിയാൻ പറ്റും, ഏത് സ്മെല്ലിനെയും എന്താ തിരിച്ചറിയാനുള്ള കഴിവ് ബിയറിനുണ്ട്. ഇംഗ്ലീഷ് മീഡിയക്കാർ ആ ബോക്സ് ഇതങ്ങ് എഴുതിയെടുക്കണേ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. മലയാളം മീഡിയക്കാർക്ക് നോക്കൂ നിങ്ങളെ, പരുന്ത്, അത് തെളിച്ചമില്ല ഈ പ്രിൻറ്റിൻ്റെ, ജീവി നോക്കിയേ, പരുന്ത്, പൂമ്പാറ്റ, മുതല, നായ, കരടി അല്ലേ, അവിടെ അവയവങ്ങൾ നോക്കിയേ, കണ്ണ്, പൂമ്പാറ്റയ്ക്ക് കാലുകളാണ്, പിന്നെ മുതലയ്ക്ക് തൊലി, നായയ്ക്ക് ചെവി, കരടിക്ക് മൂക്ക്. ഇതിൻ്റെ നോക്കിക്കേ അവയുടെ പ്രത്യേക കഴിവെന്ന് വെച്ച് കഴിഞ്ഞാൽ പരുന്തിന് ദൂരക്കാഴ്ചയുണ്ട്, പൂമ്പാറ്റകൾ രുചി തിരിച്ചറിയാൻ കാലുകൾ ഉപയോഗിക്കുന്നു, മുതല സ്പർശനം അറിയാൻ അല്ലേ, അതിൻ്റെ എവിടെ തൊട്ടാലും സ്പർശിക്കുന്നത് അറിയാൻ പറ്റും, നായ എന്ന് വെച്ചാൽ പട്ടിക്ക് ഭയങ്കര ശക്തമായ കേൾവിയാണ്, പിന്നെ കരടിക്ക് അതിൻ്റെ മൂക്ക്, മണം പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? ഇനി അതിൻ്റെ രണ്ടാമത്തെ ഓരോ പേജ് നോക്കണേ കുഞ്ഞുങ്ങളെ, മനസ്സിലാക്കി തന്നെ പോണേ. അതിൻ്റെ തൊട്ട് താഴെ നോക്കിയേ, ദീസ് ഓർഗൻസ് ഹെൽപ്പ് ദ ക്രിയേച്ചേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദെയർ സറൗണ്ടിങ്സ് ത്രൂ സൈറ്റ്, ടച്ച്, ഹിയറിങ്, സ്മെല്ല്, ടേസ്റ്റ് അല്ലേ. ഇപ്പം നമ്മൾ പഠിച്ചത് എന്താണ്, എന്തൊക്കെ സറൗണ്ടിങ് ത്രൂ സൈറ്റ് നോക്കണേ. ഇനിയിപ്പോൾ നമ്മൾ എഴുതാൻ പോകുന്നത് സൈറ്റ്, ടച്ച്, ഹിയറിങ്, സ്മെല്ല്, ടേസ്റ്റ്. Similarly, which are the organs that help us to understand our surrounding? കണ്ടോ, എന്ന് വെച്ചാൽ എന്താ, ഐസ് ഫസ്റ്റ്, നമ്മളുടെ കണ്ണുകൾ അല്ലേ, എന്ന് വെച്ചാൽ കാഴ്ച, സ്പർശനം, കേൾവി, പിന്നെന്താ ഗന്ധം, രുചി എന്നിവയിലൂടെ ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് നമ്മൾക്ക് ഓരോ അവയവങ്ങൾ ജീവികളെ സഹായിക്കുന്നു. നോക്കിയേ, ഈ ഐസ് കണ്ണ് അല്ലേ, കണ്ണ് എന്തിനാ, സൈറ്റ് കാഴ്ചയ്ക്കാണ് കേട്ടോ നിങ്ങളെ, കണ്ണ് കാഴ്ചയ്ക്കാണ്. നോക്കിയേ, എൻ്റെ മലയാളവും ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട്. ഞാൻ രണ്ടുകൂടെ കാണിക്കാം, അപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എളുപ്പമുണ്ടല്ലോ. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? ഓക്കെ, നോക്കിക്കേ, കണ്ണ് എന്ന് വെച്ചാൽ കാഴ്ച, ഐസ് സൈറ്റ് അല്ലേ. പിന്നെ നമുക്ക് ചെവി എന്തിനാണ്, ഹിയറിങ്, കേൾക്കാൻ വേണ്ടിയാണ്, ഇയേഴ്സ് ചെവി അല്ലേ, ഹിയറിങ് കേൾക്കാൻ. മൂക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മണം, ഗന്ധം എന്നും എഴുതാം കേട്ടോ, ഗന്ധം, കാരണം മേളിൽ നമുക്ക് അതിൻ്റെ തന്നിട്ടുണ്ട് ഗന്ധം, മണം അല്ലെങ്കിൽ ഗന്ധം കേട്ടോ, അറിയാൻ വേണ്ടി. എന്താ, നോസ് സ്മെല്ല്, പിന്നെ നാക്ക് രുചി അല്ലേ, നാക്ക് എന്തിനാണ്, ടങ്ക് ടേസ്റ്റ്. പിന്നെ ത്വക്കെന്ന് വെച്ചാൽ എന്താ, സ്കിന്ന് എന്ത് ചെയ്യാനാ, ടച്ച് സ്പർശനം കേട്ടോ, ടച്ച് ചെയ്യാൻ. ഇത് നിങ്ങളുടെ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ആൻസറാണ്. ഞാൻ നോട്ട് തരുന്നുണ്ടോ നിങ്ങളെ, ഇതിനകത്തിൽ ഇങ്ങനെ വൺ വേർഡ് ആയിട്ടുള്ളത് മാത്രം ഇങ്ങനെ അങ്ങ് തരുക, ക്വസ്റ്റ്യൻ ആൻസർ ഞാനല്ലാതെ നാളെ നിങ്ങൾക്ക് തരാം. ഇപ്പോൾ ഒന്ന് വായിച്ച് എന്താണ് ഈ പാഠം എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ തരാം. അപ്പം മനസ്സിലായല്ലോ, നമ്മളിപ്പോൾ പഠിക്കുന്നത് സെൻസ് ഓർഗൻസുകളെ, നമ്മുടെ ഓരോ ഓർഗൻസുകളെ കുറിച്ചാണ്. നമ്മുടെ ഐസ്, നോസ്, ഇയർ, ടങ്ക്, സ്കിന്ന്, ഈ 5 എണ്ണമാണ് എന്താ നമ്മുടെ സെൻസ് ഓർഗൻസ് അല്ലെങ്കിൽ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കേ, സെൻസ് ഓർഗൻസ് എന്നത് അതിൻ്റെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് ജ്ഞാനേന്ദ്രിയങ്ങൾ, നമ്മുടെ പടത്തിൻ്റെ പേര് അതിൽ ജ്ഞാനേന്ദ്രിയങ്ങൾ. അതായത് ക്രിയേച്ചേഴ്സ് ഹാവ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓർഗൻസ് ദാറ്റ് ഹെൽപ്പ് ദം ടു അണ്ടർസ്റ്റാൻഡ് ദ സറൗണ്ടിങ്സ്. ദീസ് ഓർഗൻസ് ആർ കാൾഡ് സെൻസ് ഓർഗൻസ്. ഐസ്, ഇയേഴ്സ്, നോസ്, ടങ്ക് ആൻഡ് സ്കിൻ ആർ ദ സെൻസ് ഓർഗൻസ് ഓഫ് ഹ്യൂമൻ ബീയിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മനുഷ്യൻ്റെ, അതായത് മനുഷ്യരുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്തെല്ലാമാണ്, നമ്മുടെ മനുഷ്യരുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്തെല്ലാമാണ്. നോക്കൂ നിങ്ങളെ, ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന വിവിധതരം അവയവങ്ങൾ ജന്തുക്കൾക്കുണ്ട്. ഓരോ ജീവികൾക്കും ഓരോ തരത്തിലാണ് കേട്ടോ. ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന വിവിധതരം അവയവങ്ങൾ ജന്തുക്കൾക്കുണ്ട്. ക്രിയേച്ചേഴ്സ് ഹാവ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓർഗൻസ് ദാറ്റ് ഹെൽപ്പ് ദം ടു അണ്ടർസ്റ്റാൻഡ് ദ സറൗണ്ടിങ്. ദീസ് ഓർഗൻസ്
ഓർഗൻസ് കാൾഡ്, ഇങ്ങനെയുള്ള അവയവങ്ങൾക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, സെൻസ് ഓർഗൻസ് അല്ലെങ്കിൽ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് നമ്മളുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ? ഐസ്, ഇയേഴ്സ്, നോസ്, ടങ്ക് ആൻഡ് സ്കിന്ന്. മനസ്സിലായോ? ഇത് ഇത്രയുമാണ് നമ്മുടെ സെൻസ് ഓർഗൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതാണ്ട് ഈ ഇപ്പുറത്ത് കൊടുത്തതിൻ്റെ പടത്തിൻ്റെ മഷിയാവും ഞങ്ങളെ ഈ ടെസ്റ്റിലല്ലേ, എല്ലാവരുടെയും ഉണ്ടെന്ന് തോന്നുന്നല്ലേ. ജ്ഞാനേന്ദ്രിയങ്ങൾ എന്നാൽ എന്താന്ന് നോക്കിയാൽ ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന വിവിധ തരം അവയവങ്ങൾ അല്ലേ ജന്തുക്കൾക്കുണ്ട്. ഈ അവയവങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ അല്ലേ. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിവയാണ് മനുഷ്യരുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ. അപ്പം 123 പേജിലെ എല്ലാം നമ്മൾ പറഞ്ഞു. ഇനി വലിയ ക്വസ്റ്റ്യൻ ആൻസറുകൾ ഞാൻ നാളെ ഇടുന്നുണ്ട്. ഇന്ന് നമ്മൾ വായിച്ച സംഭവം എന്താണെന്നൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി 124 പേജ് നോക്കൂ നിങ്ങളെ. ഹൂ വിൽ വിൻ, ഹൂ വിൽ വിൻ കാണാൻ പറ്റുന്നുണ്ടോ? ഹൂ വിൽ വിൻ എന്താ അതിൻ്റെ മലയാളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കണേ. അതെ, ആരാണ് വിജയി? ഞാൻ ഇംഗ്ലീഷ് വായിച്ചിട്ട് മലയാളം അങ്ങ് പറയട്ടെ കുഞ്ഞുങ്ങളെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 ടെസ്റ്റോട് അത്രയും സമയം പോവുകയാണ്. ഇവിടെ നോക്കിയേ, ഹൂ വിൽ വിന്ന്, ഷാൾ വി കണ്ടക്ട് എ കോണ്ടസ്റ്റ് അല്ലേ. ഇവിടെ നോക്കിക്കേ, നമുക്കൊരു മത്സരം നടത്തിയാലോ എന്നാണ്. എന്താ നോക്കിക്കേ, പൂട്ട്, താക്കോലുകളും കൊടുത്തിട്ടുണ്ട്. ചിത്രത്തിലേതുപോലുള്ള ഒരു പൂട്ടും കുറച്ച് താക്കോലുകളും മേശപ്പുറത്ത് വെക്കുക. ചിത്രത്തിലേതുപോലെ ഒരു പൂട്ട്, ഇതാണ് പൂട്ട്, പിന്നെന്താ കുറച്ച് താക്കോലുകളും മേശപ്പുറത്ത് തണ്ട വെക്കുക. കണ്ണുകെട്ടി യോജിച്ച താക്കോൽ തിരഞ്ഞെടുത്ത് പൂട്ട് തുറക്കുന്നതാണ് മത്സരം. ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ തയ്യാറുള്ളവരുടെ കണ്ണ് കെട്ടണം. ആരൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ടോ അവർ കണ്ണ് കെട്ടണമെന്ന്. 30 സെക്കൻഡിനുള്ളിൽ പൂട്ട് തുറക്കുന്നവരാണ് വിജയികൾ. ഇതൊരു മത്സരമാണ് അവർ നടത്തുന്നത്. 30 സെക്കൻഡിനുള്ളിൽ അല്ലേ, അര മിനിറ്റ് ആണ് അല്ലേ, 30 സെക്കൻഡിനുള്ളിൽ പൂട്ട് തുറക്കുന്നവരാണ് വിജയികൾ. കണ്ണ് കെട്ടി പൂട്ട് തുറക്കാൻ ശ്രമിച്ച എല്ലാവരും വിജയിച്ചു കാണുമോ എന്നാണ് നമ്മളോട് ചോദിച്ചത്. കണ്ണിൻ്റെ സഹായമില്ലാതെ വസ്തുക്കളെ തിരിച്ചറിയുന്നത് എളുപ്പമാണോ? ആണോ കുഞ്ഞുങ്ങളെ? നമ്മൾ ചിലപ്പോൾ എടുക്കുന്ന ഏതെങ്കിലും ഒരെണ്ണം എടുക്കാൻ പറ്റുന്നുള്ളൊന്നും ഓപ്ഷൻ കാണുമായിരിക്കും അല്ലേ. നമ്മൾ കണ്ണ് തപ്പി ചിലപ്പോൾ ഫസ്റ്റ് ഇതായിരിക്കും എടുക്കുന്നത്, ചിലപ്പോൾ ഇതായിരിക്കും, ഏതെങ്കിലും 3 എണ്ണത്തിൽ ഒരെണ്ണമായിരിക്കും നമ്മൾ തപ്പി എടുക്കുന്നത് അല്ലേ. ഇനി അതിൻ്റെ എവിടെയാണ് അതിൻ്റെ ഹോളെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? തപ്പി നോക്കിയെങ്കിലേ നമുക്ക് അതിൻ്റെ എന്താണെന്ന് അറിയത്തുള്ളൂ അല്ലേ. അപ്പോൾ നോക്കിയാൽ കണ്ണിൻ്റെ സഹായമില്ലാതെ വസ്തുക്കളെ തിരിച്ചറിയുന്നത് എളുപ്പമാണോ? കണ്ണുകളുടെ ചിത്രം വരച്ച് നിറം കൊടുക്കൂ. കണ്ണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണെന്നും ചോദിച്ചിട്ടുണ്ട്. ഇത് തന്നെ ഇംഗ്ലീഷിൽ നിന്നുണ്ട്. ഡ്രോ ഈസി ടു റെക്കഗ്നൈസ് ഓഫ് ഇത് തന്നെ ഇതിനകത്ത് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടൊന്നും ഇല്ല കുഞ്ഞുങ്ങളെ. കണ്ണിൻ്റെ ഒരു പടം വരച്ചിട്ട് കണ്ടോ, കണ്ണിൻ്റെ ഒരു പടം വരയ്ക്കാനാണ് നമ്മളോട് ചോദിച്ചത്. അടുത്തത്, വെൻ ദ പൊസിഷൻസ് ചേഞ്ചസ്. ഇനി ഇതിൻ്റെയൊക്കെ സ്ഥാനം മാറുന്നതിനെ കുറിച്ചാണ് അടുത്തത്. നോക്കിക്കേ, ആടിൻ്റെ പടം, അതുപോലെ തന്നെ ടൈഗർ, പിന്നെ കോഴി, ഇതിൻ്റെയൊക്കെ പടം തന്നിട്ടുണ്ട്. നമ്മുടെ കണ്ണുകൾ പോലെ തന്നെയാണോ മറ്റു ജീവികളുടെയും കണ്ണുകൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ നിങ്ങളെ, നമ്മളുടെ കണ്ണുകൾ പോലെയാണോ മറ്റു ജീവികളുടെയും കണ്ണുകൾ? ലുക്ക് അറ്റ് ദ പൊസിഷൻസ് ഓഫ് ദ ഐസ് ഓഫ് ദ ക്രിയേച്ചർ ഇൻ ദ പിക്ചർ. നോക്കിക്കേ, ഇവിടെ ഈ ആടിൻ്റെ നോക്കൂ കുഞ്ഞുങ്ങളെ, ഇതിൻ്റെ സൈഡിലായിട്ടാണ്. നോക്കി, നമ്മൾ ഈ സൈഡിൽ നോക്കുമ്പോൾ ഈ സൈഡിലായിട്ടാണ്. പക്ഷേ എന്താ, ടൈഗറിൻ്റെ എന്ന് വെച്ചാൽ നമ്മുടെ വട്ടമുഖമാണ് അല്ലേ. വട്ടമുഖത്തിൽ നിന്നും ഇങ്ങനെ നടുക്കായിട്ട് നമ്മുടെ കൂട്ടുകണ്ണാണ് ടൈഗറും. കോഴി നോക്കിക്കേ, സൈഡിലാണ് കോഴിയുടെ കണ്ണ്. ആടിൻ്റെ കണ്ടോ, ഇങ്ങനെ ഇരിക്കുന്ന മുഖത്തിൻ്റെ എല്ലാം അല്ലേ സൈഡിലായിരിക്കും കണ്ണ് വരുന്നത്. പക്ഷെ നമ്മളൊക്കെ എന്താണ്, വട്ടമുഖം ഉള്ളത് കൊണ്ട് നമ്മുടെ ഇവിടെ ഇങ്ങനെയായിരിക്കും അല്ലേ, ഇല്ലയോ? അതല്ലയോ സത്യം. അപ്പം ഇതിനകത്തിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഹൗ ഡസ് ദ പൊസിഷൻസ് ഓഫ് ദ ഐ ഹെൽപ്പ് ദീസ് ക്രിയേച്ചർ? കണ്ണിൻ്റെ ഈ സവിശേഷത എങ്ങനെയാണ് ജീവികൾക്ക് സഹായകമാകുന്നത്? ക്ലാസിഫൈ ദ ക്രിയേച്ചർ ഇൻ ടു ഗ്രൂപ്പ് ഓൺ ദ ബേസിസ് ഓഫ് ദ പൊസിഷൻസ് ഓഫ് ദെയർ ഐസ്. ജീവികളെ അവയുടെ കണ്ണിൻ്റെ സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടയാളപ്പെടുത്തല്ലേ. ഇവിടെ ബോക്സ് കൊടുത്തിട്ടുണ്ടോ നിങ്ങളെ? കണ്ടോ, ടെസ്റ്റിൽ ഇങ്ങനെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതായത് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, നോക്കാം. ദോസ് വിത്ത് ഐസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹെഡ് എന്ന് വെച്ചാൽ തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ളവ. തലയുടെ മുൻവശത്തായിട്ട് ഇപ്പം നമ്മുടെ നോക്കിക്കേ, മുന്നിലല്ലേ കണ്ണ്, തലയുടെ മുൻവശത്ത്. എന്നാൽ ഐസ് ഓൺ ദ സൈഡ്, മുമ്പ് ഞാൻ പടം വരച്ച് കാണിച്ചില്ലേ കുഞ്ഞുങ്ങളെ, അത് ഓർത്താൽ മതി. ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന മുഖമുള്ളതിൻ്റെ ജീവികളുടെയൊക്കെ ഈ സൈഡിലായിട്ടായിരിക്കും ഇവിടെ ഇങ്ങനെ ആ കണ്ണ് വരുന്നത്. നമ്മളിപ്പോൾ ആടിനെ എടുത്താലും അതുപോലെ തന്നെ പിന്നെ എലിഫൻറ്റ്, ആന എടുക്കുമ്പോഴും ആനയുടെ എടുക്കുമ്പോഴും ആനയുടെ ചെവി ഇങ്ങനെ കണ്ടില്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ സൈഡിലായിട്ടായിരിക്കും ഇത് വരുന്നത്. അതുപോലെ
പശുവിൻ്റെ അതുപോലെയല്ലേ, ഇതൊക്കെ ഓർത്താൽ മതി. അപ്പോൾ അതിൻ്റെയൊക്കെ സൈഡിലാണ്. അതേപോലെ ടൈഗർ, ലയണ്, നമ്മൾ മനുഷ്യരും പിന്നെന്താ മങ്കി ഇങ്ങനെയൊക്കെ ഉള്ളതിനെന്താ നടുക്കുന്നുണ്ട് ഇവിടെ ആയിട്ടാണ്. അപ്പോൾ ഇത് തങ്ങളിൽ വേർതിരിച്ച് എഴുതാനാണ് ചോദിച്ചേക്കുന്നത് പടം കണ്ട് കേട്ടോ. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കുഞ്ഞുങ്ങളെ കേട്ടോ, കാരണം ഇതിൻ്റെ ചോദ്യമുണ്ട്, അതുകൊണ്ടാണ്. ദോസ് വിത്ത് ഐസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹെഡ് എന്ന് വെച്ചാൽ തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ളവ ഡോഗ്, ക്യാറ്റ്, ലയണ്, ടൈഗർ, ഔള്, മങ്കി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതിൻ്റെയും ഒക്കെ ഒരു 5-6 പേരെഴുതിയാൽ മതി. നായ, പൂച്ച, കടുവ, സിംഹം, മൂങ്ങ, കുരങ്ങ് എന്നൊക്കെ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതണം. ദോസ് വിത്ത് ഐസ് ഓൺ ദ സൈഡ്, തലയുടെ വശങ്ങളിൽ കണ്ണുകളുള്ളവ ഏതൊക്കെയാണ്? ആന, പിന്നെ പശു, പാരറ്റ്, പിന്നെ അതായത് തത്ത, ക്രോയ് അല്ലേ, കാക്ക, പിന്നെ ഡിയർ, കരടി, ഇങ്ങനെയൊക്കെയുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഇത് തന്നെ എഴുതണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള. മനസ്സിലായല്ലോ സംഭവം? എൻ്റെ പടം കണ്ടാൽ തന്നെ മനസ്സിലാവത്തില്ലോ നിങ്ങൾ. ഇതിനകത്തിൽ വട്ടമുഖമുള്ളതും നീളമുള്ള മുഖവും തങ്ങളിലെല്ലാം ഓർത്താൽ മതി. അപ്പോൾ സൈഡ് വ്യൂ അപ്പം മനസ്സിലാവും കേട്ടോ. അടുത്ത് നോക്കി, ആനിമൽസ് വിത്ത് ഐസ് ഓൺ ദ ഫ്രണ്ട് ഓഫ് ദെയർ ഹെഡ് ആർ ഏബിൾ ടു precisely understand the positions and distance of the object. These peculiarity of animals like tigers and lions help them to catch their prey. Animals with eyes on the side of their head are able to see both the sides. This feature help animals like deer and rabbits to escape from their predators. അതായത് നമ്മുടെ തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ള ജീവികൾക്ക് വസ്തുവിൻ്റെ സ്ഥാനവും അകലവും കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നുണ്ടെന്ന്. തലയുടെ മുൻവശത്ത്, അപ്പോൾ നമ്മൾ അല്ലേ അങ്ങനെ ഓർത്താൽ, തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ള ജീവികൾക്ക് ഒരു വസ്തുവിൻ്റെ സ്ഥാനവും അകലവും കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയുമെന്ന്. കടുവ, സിംഹം തുടങ്ങിയ ജീവികൾ ഈ പ്രത്യേകത ഇവ ഇരപിടിക്കാൻ സഹായിക്കുന്നുണ്ട്. ഇനി തലയുടെ വശങ്ങളിൽ കണ്ണുകളുള്ള ജീവികൾക്ക് 2 വശങ്ങളിലുമുള്ള കാഴ്ച സാധ്യമാകുന്നുണ്ട്. എന്ന് വെച്ചാൽ മുന്നിലെയും പുറയിലെയും അവർക്ക് കാണാൻ പറ്റും. നമുക്ക് പുറയിലേ പറ്റത്തില്ല, തിരിഞ്ഞു നോക്കിയെങ്കിലേ പറ്റത്തുള്ളൂ. പക്ഷേ ഇവർക്ക് പുറകിലെയും കാണാൻ പറ്റുന്ന തലയുടെ വശങ്ങളിൽ കണ്ണുകളുള്ള ജീവികൾക്ക്, അതൊരു ചോദ്യമായിട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? തലയിൽ വശങ്ങളിൽ കണ്ണുകളുള്ള ജീവികൾക്ക് 2 വശങ്ങളിലുമുള്ള കാഴ്ച സാധ്യമാകും. പുറയിലെയും മുമ്പിലെയും. മാന്, മുയല് തുടങ്ങിയ ജീവികൾക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ ഈ പ്രത്യേകത അവരെ സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. റാബിറ്റ്സും ഡിയറും കേട്ടോ, മാനും ഏതൊക്കെയാ മുയലും ഒക്കെ സൈഡിൽ അങ്ങനെ ഒരു കണ്ണ് ഉള്ളതുകൊണ്ട് അവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്നുണ്ടെന്ന്. ഇനി നോക്കി ഓരോ ജീവികളെ കുറിച്ചുമാണ് ഇതിൻ്റെ എല്ലാം നോട്ട് ഞാൻ തരാം കുഞ്ഞുങ്ങളെ. 1 വേർഡ് മാത്രം ഞാനിപ്പോൾ അങ്ങ് പറഞ്ഞു പോവുകയാണ്. നോട്ട് ഞാൻ നാളെ തരാം. ക്യാറ്റ്, പൂച്ചയെക്കുറിച്ചാണ് കൊടുത്തിരിക്കുന്നത്. നോക്കൂ കുഞ്ഞുങ്ങളെ, പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി എന്ന് വെച്ചാൽ എന്തല്ല, പകൽ വെളിച്ചത്തിൽ അതങ്ങ് ചുരുങ്ങിയും, പകൽ സമയത്ത് അതങ്ങ് ചുരുങ്ങിയും രാത്രിയിൽ പരമാവധി വികസിച്ചും കാണപ്പെടുന്നു. പൂച്ചയുടെ കണ്ണിനെ കുറിച്ചാണ് പറയുന്നത്, കേട്ടിരിക്കുക. പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയും രാത്രിയിൽ പരമാവധി അത് വികസിച്ചും കാണപ്പെടുന്നു. നേരിയ വെളിച്ചത്തിൽ പോലും അവയ്ക്ക് കാഴ്ച സാധ്യമാകും. ചെറിയൊരിത് മതി, അവർക്ക് നല്ലപോലെ കാണാൻ പറ്റും. പൂച്ചയുടെ കണ്ണുകളിൽ ഒരു പ്രത്യേകതരം കോശങ്ങളുടെ ഒരു പാളിയുണ്ട്. അതാണ് രാത്രിയിൽ കണ്ണുകളുടെ തിളക്കത്തിന് കാരണം. രാത്രിയിൽ ഇര തേടുന്ന പല ജീവികളുടെയും കണ്ണുകൾക്ക് ഈ പ്രത്യേകതയുണ്ട്. ഈ രാത്രിയിൽ ഇര തേടുന്ന എലിയായാലും പൂച്ചയായാലും മൂങ്ങ, ഇതൊക്കെ രാത്രിയിലാണ് ഇര തേടാൻ പോകുന്നത് അല്ലേ. അപ്പം ഇവയുടെ കണ്ണിൻ്റെ പ്രത്യേകത എന്താണ്? ഇവയുടെ പൂച്ചയുടെ ഒരു പാളി പോലെ അല്ലേ, കോശങ്ങളുടെ ഒരു പാളിയുണ്ട്. രാത്രിയിൽ കണ്ണുകളുടെ തിളക്കത്തിന് തന്നെ കാരണം അതാണ്. രാത്രിയിൽ ഇര തേടുന്ന പല ജീവികളുടെയും കണ്ണുകൾക്ക് ഈ പ്രത്യേകത ഉണ്ട് എന്നാ പറയുന്നത്. ദ പ്യൂപ്പിൾസ് ഓഫ് ദ ക്യാറ്റ് ഐ അപ്പിയേഴ്സ് ടു constrict in the daylight and dilate to the maximum at night. These help the cat to see even in low light. A cat's eye has a layer of specialized cells. That is the reason for the shining of their eyes at night. The eyes of many animals that hunt for prey at night have this feature. കേട്ടോ. അപ്പോൾ അതിൻ്റെ മലയാളം ഞങ്ങളിപ്പോൾ പറഞ്ഞത്. ഇനി അതുപോലെ തന്നെ മൂങ്ങയെക്കുറിച്ച്, ഔള്. ദ ഔൾ ഹാസ് ലാർജ് ഐസ് ഡയറക്റ്റ്ലി അറ്റ് ദ ഫ്രണ്ട് ഓഫ് ഇറ്റ്സ് ഹെഡ്. ദ ഔൾ ഈസ് ആൾസോ ഏബിൾ ടു സീ സൈറ്റ് ബിഹൈൻഡ് ഇറ്റ് ബൈ റൊട്ടേറ്റിംഗ് ഇറ്റ്സ് നെക്ക് ടു ദ ബാക്ക്. എന്ന് വെച്ചാൽ മൂങ്ങയ്ക്ക് തലയുടെ നേരെ മുൻഭാഗത്തായിട്ട് വലിയ കണ്ണുകളാണ് ഉള്ളത്. കഴുത്ത് പുറകോട്ട് തിരിച്ച്
പിറകിലെ കാഴ്ചകൾ കാണാനും മൂങ്ങയ്ക്ക് സാധിക്കും. മൂങ്ങയ്ക്ക് എന്താ കഴുത്ത് കറക്കാൻ പറ്റും, ഇങ്ങനെ പുറകോട്ട് വന്നിട്ട് ഫുള്ള് കാണാൻ പറ്റുമെന്നോ? നമുക്ക് പറ്റുമോ? ഇല്ല കേട്ടോ, അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അടുത്തത് ചാമലിയോൺ എന്ന് വെച്ചാൽ മരയോന്തിനെ കുറിച്ചാണ്. അടുത്തത് ചാമലിയോൺ എന്ന് വെച്ചാൽ ചാമലിയോൺ ക്യാൻ എന്താ സിമിൾട്ടനസ്ലി മൂവ് ഇറ്റ്സ് ഐ ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് ആൻഡ് സീ അറൗണ്ട് ഇറ്റ്. മരയോന്തിന് ഒരേ സമയം കണ്ണുകളെ വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ കഴിയും. ഓന്തുണ്ടല്ലോ നിങ്ങളെ മരയോന്ത്, ഈ മരയോന്തിന് ഒരു സമയം തന്നെ കണ്ണുകളെ വ്യത്യസ്ത ദിശകളിലേക്ക്, ഒരു സമയം തന്നെ പല ദിശകളിലേക്ക് ചലിപ്പിച്ച് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ പറ്റുമെന്നാണ്. അപ്പോൾ നമ്മൾ പൂച്ചയെക്കുറിച്ച് പഠിച്ചു, ഔളിനെ കുറിച്ച് പഠിച്ചു, പിന്നെ ചാമലിയോണിനെ കുറിച്ച് പഠിച്ചു കേട്ടോ. ഇത് മൂന്നെണ്ണത്തിൻ്റെയും പ്രത്യേകത എന്താ? പൂച്ചയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ഇതങ്ങ് ചുരുങ്ങും കേട്ടോ. പൂച്ചയുടെ പ്രത്യേകത എന്താ നിങ്ങളെ? പകൽ സമയത്ത് ഇതങ്ങ് ചുരുങ്ങും, രാത്രിയാകുമ്പോൾ ഇത് എത്രത്തോളം വികസിപ്പിച്ച് ഇതിന് പറ്റുമോ അത്രത്തോളം വികസിപ്പിച്ചാണ് ഇത് കാണുന്നത്. നേരിയ വെളിച്ചത്തിൽ പോലും എന്താ അവയ്ക്ക് കാഴ്ച നല്ലപോലെ കാണാൻ പറ്റും. പൂച്ചയുടെ കണ്ണുകളിൽ ഒരു പ്രത്യേകതരം കോശങ്ങളുടെ ഒരു പാളിയുണ്ട്. അതാണ് രാത്രിയിൽ കണ്ണുകളുടെ തിളക്കത്തിന് കാരണം. രാത്രിയിൽ ഇര തേടുന്ന പല ജീവികളുടെയും കണ്ണുകൾക്ക് ഇങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഔളെന്ന് വെച്ചാൽ എന്താ? മൂങ്ങയ്ക്ക് തലയുടെ നേരെ മുൻഭാഗത്തായിട്ട് വലിയ 2 കണ്ണുകളാണുള്ളത് അല്ലേ. കഴുത്ത് പുറകോട്ട് തിരിച്ച് പിറകിലുള്ള കാഴ്ചകൾ കാണാനും നമ്മുടെ മൂങ്ങയ്ക്ക് കഴിയുമെന്നാണ് പറയുന്നത്. ഇനി ചാമലിയോൺ അല്ലെ മരയോന്തെന്ന് വെച്ചാൽ ഒരേ സമയം കണ്ണുകളെ വ്യത്യസ്ത ദിശകളിലോട്ട് ചലിപ്പിക്കാൻ അതിന് പറ്റും. ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ അപ്പോൾ അതിനെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? 125-ാമത്തെ പേജാണ് ഇത്. അടുത്തത് ഐ, കണ്ണിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത്. ഐ ഡിസീസ് എന്ന് വെച്ചാൽ എന്താ? നേത്ര രോഗങ്ങൾ, കണ്ണിലെ രോഗങ്ങളൊക്കെ എന്തൊക്കെയാണ്? എന്തെങ്കിലും അറിയാമോ? കണ്ണിലെ രോഗങ്ങൾ ഉണ്ട് അല്ലേ? കണ്ണിദീനമെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? ചെങ്കണ്ണെന്നാണ് അതിന് പറയുന്നത് കേട്ടോ. കൺജക്റ്റിവിറ്റീസ് അല്ലേ, കൺജക്റ്റിവിറ്റീസ് സ്പ്രെഡിങ്. ചെങ്കണ്ണ് പടരുന്നു. നീല ബോക്സ് കണ്ടോ? മെനി പീപ്പിൾസ് ഇൻ ദ സ്റ്റേറ്റ് ആർ സീക്കിംഗ് ട്രീറ്റ്മെൻറ്റ് ഫോർ കൺജക്റ്റിവിറ്റീസ്. ദീസ് ഡിസീസസ് സ്പ്രെഡ് ഫാസ്റ്റ് എമംഗ് ചിൽഡ്രൻ. കെയർ ഷുഡ് ബി ടേക്കൺ നോട്ട് ടു ടച്ച് ദ ഒബ്ജക്റ്റ് യൂസ്ഡ് ബൈ ദ പേഷ്യൻ്റ് ആസ് ദിസ് ഈസ് എ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ഇതൊരു പകരുന്ന രോഗമാണ് കേട്ടോ. മെഡിക്കൽ ഓഫീസർ, പ്രൈമറി ഹെൽത്ത് സെൻറ്റർ മെഡിക്കൽ ഓഫീസർ, അതായത് സംസ്ഥാനത്ത് ചെങ്കണ്ണ് ബാധിച്ചു ഒട്ടേറെ പേർ ചികിത്സ തേടുന്നുണ്ട്. കുട്ടികൾക്കിടയിലാണ് ഈ രോഗം വേഗത്തിൽ പകരുന്നത്. നമ്മൾ സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗമായതിനാൽ രോഗി ഉപയോഗിച്ച വസ്തുക്കൾ സ്പർശിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതായത് കണ്ണിനീനം എന്ന് പറയുന്നത് ഒരു പകരുന്ന രോഗമാവും നിങ്ങളെ. അവരുപയോഗിച്ച തോർത്തായാലും സോപ്പ് അവർ കണ്ണിൽ ഇടയ്ക്കിടയ്ക്ക് തൊടുമെങ്കിൽ ആ കൈ കൊണ്ട് മറ്റൊരാളെ തൊടുകയോ, അതെന്ന് വെച്ചാൽ അത് പകരുന്ന രോഗമാണ്. കമ്മ്യൂണിക്കബിൾ ഡിസീസാണ്, ഒരു പകരുന്ന രോഗമാണ്. ഏതാ? കൺജക്റ്റിവിറ്റീസ് അല്ലെങ്കിൽ ചെങ്കണ്ണ് അല്ലെങ്കിൽ കണ്ണിന് ദീനം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അത് തന്നെ. ഹാവ് യു സീൻ ദ നോട്ടീസ് ഇഷ്യൂഡ് ബൈ ദ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്? വാട്ട് ആർ ദ സിംറ്റംസ് ഓഫ് കൺജക്റ്റിവിറ്റീസ്? നോക്കൂ നിങ്ങളെ, ആരോഗ്യവകുപ്പിൻ്റെ നോട്ടീസ് ശ്രദ്ധിച്ചോ എന്നാണ് പറയുന്നത്. ആരോഗ്യവകുപ്പിൻ്റെ ഒരു നോട്ടീസാണ് ഈ നീല ബോക്സിൽ കൊടുത്തിരുന്നത്. അപ്പോൾ ചെങ്കണ്ണിൻ്റെ സിംറ്റംസ്, ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? വാട്ട് ആർ ദ സിംറ്റംസ് ഓഫ് കൺജക്റ്റിവിറ്റീസ്? എന്തെല്ലാമാണ് ചെങ്കണ്ണിൻ്റെ? നമുക്ക് കണ്ണിന് വേദനയാണെങ്കിൽ നമുക്ക് നല്ല വേദനയായിരിക്കും അല്ലേ? കണ്ണിന് നല്ല പെയിൻ ഇൻ ദ ഐ, കണ്ണിന് വേദന അനുഭവപ്പെടുന്നുണ്ട്. അത് മാത്രമാണോ? കണ്ണ് നല്ലതുപോലെ അങ്ങ് ചുമന്ന് കിടക്കുകയും ചെയ്യും അല്ലേ? അന്നേരം നമ്മൾ അറിയുന്ന കണ്ണിനീനമാണെന്ന് അല്ലേ? റെഡ്നെസ് ഇൻ ദ ഐസ്, കണ്ണിൽ ചുവപ്പ് നല്ലതുപോലെ കാണപ്പെടുന്നുണ്ട്. അതുപോലെ ഇച്ചിങ്, നല്ലപോലെ ചൊറിച്ചിൽ കാണപ്പെടുന്നുണ്ട്. ഇച്ചിങ്, ITCH, ഇച്ചിങ് എന്നാട്ടോ. എന്ന് വെച്ചാൽ നല്ലപോലെ ചൊറിച്ചിലും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. കണ്ണിന് ദീനം അല്ലെങ്കിൽ കൺജക്റ്റീവ് സ്പ്രെഡിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കണ്ണിന് ദീനം അതിന് 3 നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഇനി വേറെ അറിയാമെങ്കിൽ എഴുതാം, ഇഷ്ടമുള്ള ഏതെങ്കിലും 3 എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ണിന് നല്ല വേദന കാണും, അതുപോലെ തന്നെ കണ്ണ് നല്ലതുപോലെ ചുവന്ന് കിടക്കുകയായിരിക്കും, പിന്നെ അതുപോലെ തന്നെ നല്ല ചൊറിച്ചിലും അറിയപ്പെടും. മലയാളം മീഡിയക്കാർ നോക്കണേ, എന്തെല്ലാമാണ് ചെങ്കണ്ണിൻ്റെ ലക്ഷണങ്ങൾ. നമ്മൾ മലയാളത്തിൽ അത് വായിച്ചായിരുന്നു അല്ലേ? അതുകൊണ്ട് ചെങ്കണ്ണ് പടരുന്നപ്പോൾ ഞാൻ വായിച്ചത് കേട്ടായിരുന്നോ നിങ്ങളെ? ചെങ്കണ്ണിൻ്റെ ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ കണ്ണിൽ വേദന അനുഭവപ്പെടുന്നു, കണ്ണുകളിൽ ചുവപ്പ് നിറം കാണപ്പെടുന്നു, അതുപോലെ തന്നെ ചൊറിച്ചിൽ. ഇനി കണ്ണിനെ ബാധിക്കുന്ന മറ്റെന്തെല്ലാം അസുഖങ്ങൾ നിങ്ങൾക്കറിയാം? ഇപ്പം നമ്മൾ കൺജക്റ്റിവിറ്റീസ് മാത്രം പറഞ്ഞല്ലേ ചെങ്കണ്ണിനെ കുറിച്ച്, ഇത് മാത്രമേ ഉള്ളൂ? വേറെയും കണ്ണിന് അസുഖങ്ങൾ വരത്തില്ലേ?
നോക്കൂ നിങ്ങളെ വാട്ടത ഐ ഡിസീസ് വേറെ ഏതൊക്കെയാണെന്ന് ചോദിച്ചു വന്നത് കാറ്ററാക്റ്റും ഉണ്ട്, കളർ ബ്ലൈൻഡ്നെസ്സും ഉണ്ട്. എന്ന് വെച്ചാൽ കാറ്ററാക്ട് എന്ന് വെച്ചാൽ തിമിരമാണ് കേട്ടോ. എൻ്റെ മലയാളം മീഡിയക്കാർക്ക് തിമിരം, വർണ്ണാന്തത എന്നാണ് കേട്ടോ. വർണ്ണാന്തത പേരൊക്കെ നല്ലപോലെ നോക്കിക്കൊണ്ട് കഴിഞ്ഞാൽ വർണ്ണാന്തത എന്ന് വെച്ചാൽ എന്താ കളർ ബ്ലൈൻഡ്നെസ്. ഇനി ഒരു പിക്ചർ തന്നിട്ടുണ്ട് കേട്ടോ. ഡോക്ടറും ഒരു നമ്മൾ കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കണ്ണിൻ്റെ ഡോക്ടറെ കാണാൻ ചെല്ലുന്നത് കേട്ടോ. ഡോക്ടറും അവിടെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട് എന്താ നോക്കാൻ ചെയ്തത്. ഇനി അതിനെക്കുറിച്ചുള്ളൊരു ചോദ്യം നോക്കിക്കേ. ഹാവ് യു സീൻ ദ ചാർട്ട് യൂസ്ഡ് ഫോർ വിഷൻ ടെസ്റ്റ്? കാണാൻ പറ്റുന്നുണ്ടോ? എന്താ പറഞ്ഞേ? കാഴ്ച പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന ഇത്തരം ചാർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതേപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കൂ. അതുകൊണ്ട് ഈ കണ്ടോ നിങ്ങളെ അത് എന്താ സ്നെല്ലൻ ചാർട്ട് എന്നാണ്. സ്നെല്ലൻ കേട്ടോ, SNELLEN സ്നെല്ലൻ ചാർട്ട്. ഇംഗ്ലീഷുകാർ കണ്ട അതിൻ്റെ പേര് നോക്കണേ നിങ്ങളെ. ഇംഗ്ലീഷ് മീഡിയക്കാർ എൻ്റെ പേര് എന്ന് മലയാളത്തിൽ എഴുതി വെക്കണേ കേട്ടോ. അതുകൊണ്ട് ഇതുപോലൊരു ഇത് കണ്ടോ. അതായത് there are letters of different size in the chart commonly used for testing eyesight. The letters are arranged in such a way that the size decreases from top to bottom. This was developed by Dutch ophthalmologist Herman Snellen in 1862. എന്ന് വെച്ചാൽ കാഴ്ച പരിശോധിക്കാൻ സാധാരണയായി ഉപയോഗിച്ചു വരുന്ന ഈ ചാർട്ടിൽ പല വലിപ്പത്തിലുള്ള അക്ഷരങ്ങളാണുള്ളത്. മുകളിൽ നിന്നും താഴേക്ക് വരുന്തോറും വലിപ്പം കുറഞ്ഞു വരുന്ന രീതിയിലാണ് അക്ഷരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ആണല്ലോ, നമുക്ക് കാണുമ്പോഴേ അറിയാം. നോക്കിയേ, EFPTOZ ഇന്നുണ്ടോ, വലുതിൽ നിന്നും ചെറുതിലോട്ട് വരും. അപ്പോൾ നമ്മുടെ കാഴ്ച എത്ര പരിശോധിക്കാനുള്ള ഒരു ഇതാട്ടോ. അപ്പോൾ ഇവിടെ എന്താ അക്ഷരങ്ങൾ 1862 ഡച്ച് നേത്രരോഗ വിദഗ്ധനായ ഹെർമൻ സ്നെല്ലനാണ് ഇത് തയ്യാറാക്കിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഹെർമൻ സ്നെല്ലനാണ് ഇത് തയ്യാറാക്കിയത്. അതുകൊണ്ടാണ് ഇതിനെ ഏത് പേരിൽ അറിയപ്പെടുന്നത്? സ്നെല്ലൻ ചാർട്ട് എന്ന് അറിയപ്പെടുന്നത്. ഇനി നോക്കിക്കേ, ദ വിഷ്വലി ചലഞ്ചഡ്. കാഴ്ചയ്ക്ക് വെല്ലുവിളി നേരിടുന്നവർ. കാഴ്ചയ്ക്ക് വെല്ലുവിളി നേരിടുന്ന വ്യക്തികൾ എങ്ങനെയാണ് ചുറ്റുപാടുകളെ തിരിച്ചറിയുന്നത്? അതായത് അവരുടെ കയ്യിലിപ്പം നോക്കെ, ഹൗ ഡു വിഷ്വലി ചലഞ്ചഡ് ഇൻഡിവിജ്വൽസ് അണ്ടർസ്റ്റാൻഡ് ദെയർ സറൗണ്ടിങ്സ്? എക്സാമ്പിൾ ദ ഡിഫറൻറ്റ് കറൻസി നോട്ട്, ഇൻ വാട്ട് വേ ഡു ദേ ഡിഫർ? എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോഴത്തെ പൈസ ഉണ്ടല്ലോ, നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അതിനകത്തിലെ 50 രൂപയാണോ 100 രൂപയാണോ 500 രൂപയാണോ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്നൊരു ചോദ്യം ഉണ്ട് കേട്ടോ. അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ തരാം നിങ്ങളെ. അത് വലിയ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് തരാം. ഇതിനെല്ലാം എന്തെല്ലാം സവിശേഷതകളാണ് നോട്ട് തിരിച്ചറിയാൻ കാഴ്ച വെല്ലുവിളി നേരിടുന്നവരെ സഹായിക്കുന്നതെന്ന് ഒരു കുറിപ്പ് തയ്യാറാക്കാനുണ്ട്. അത് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് നോക്കാം. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് കണ്ടോ. സീറ്റ് നമ്പർ ഇൻ എ ട്രെയിന്. തീവണ്ടിയിലെ സീറ്റ് നമ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പുറത്തും ഉണ്ട് ദ ടൈൽ ഓൺ ദ ഫുട്പാത്ത്. നമ്മുടെ ഫുട്പാത്തിലെ ടൈലുകൾ കണ്ടോ കൊടുത്തിരിക്കുന്നത്. വാട്ട് ആർ ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് യു ഒബ്സർവ്ഡ്? എന്താണ് നമുക്കിവിടെ എന്ത് ഒബ്സർവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. എന്താണ് അവിടെ പ്രത്യേകത എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഇപ്പുറത്തും അതുപോലെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഹൗ ഡു ദേ ബെനിഫിറ്റ് വിഷ്വലി ചലഞ്ചഡ് ഇൻഡിവിജ്വൽസ്? എന്ന് വെച്ചാൽ എന്താ, കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്ക് ഇവ എങ്ങനെയാണ് ബെനിഫിറ്റ് എന്ന് ഗുണകരമാകുന്നത് ഇത് എങ്ങനെയാണെന്നാണ്. നോക്കൂ നിങ്ങളെ, കുറേ പടം കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇവരെ സഹായിക്കുന്നതിനുള്ള എന്തെല്ലാം പ്രത്യേകതകളാണ് മൊബൈൽ ഫോൺ, വാച്ച്, കമ്പ്യൂട്ടർ തുടങ്ങിയ ഉപകരണങ്ങളിൽ ഉള്ളത്? ഇവർക്ക് സഹായകരമായ മറ്റെന്തെല്ലാം സംവിധാനങ്ങൾ ഉണ്ട് എന്നാണ്. നോക്കൂ നിങ്ങളെ, ഇവിടെ വാച്ച്, അതുപോലെ തന്നെ എന്താ പറഞ്ഞത്, ഫോണ് അല്ലേ, പിന്നെ കമ്പ്യൂട്ടർ, ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇവർക്ക് സഹായകരമായിട്ടുള്ള വാട്ട് ആർ ദ അതർ സിസ്റ്റംസ് ടു ഹെൽപ്പ് ദം? ഇതുകൊണ്ടൊക്കെ കണ്ണ് കാണാത്തവർക്ക് ഇത് വല്ലതും പറ്റുമോ? ഇതുകൊണ്ട് എങ്ങനെയാണ് അവരെ സഹായിക്കുന്നത് നോക്കിക്കേ. ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വളർച്ച ഇവയിൽ വരുത്തിയ മാറ്റങ്ങൾക്ക് ഉദാഹരണമാണ് സ്മാർട്ട് കെയിനും ഡിജിറ്റൽ ബ്രെയിനും. സ്മാർട്ട് ഇതുകൊണ്ട് സ്മാർട്ട് കെയിനും ഡിജിറ്റൽ ബ്രെയിൻ സ്റ്റേയും. ഈ ഉപകരണങ്ങളുടെ സവിശേഷതയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കൂ എന്നാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണ് കാണാത്ത അവർക്കുള്ള എഴുതി പഠിക്കാനുള്ള ഒരു സാധനമാവും ഞങ്ങൾ ബ്രെയിലി കേട്ടോ. ഇത് വെച്ച് നമ്മൾ ഓരോ വാക്ക് ഇതാണ്ട് കുത്തി എഴുതുമ്പോഴേ ഏതാണ്ട് ഇതുപോലെ വരും കേട്ടോ, ബ്രെയിലി. അതായത് അടുത്ത നമ്മളെ സ്മാർട്ട് കെയിൻ അതിനകത്തിൽ പറയുന്നുണ്ട്. ഇതൊക്കെയാ
കുറിച്ചൊക്കെ ദ സ്മാർട്ട് കെയിൻ ആൻഡ് ഡിജിറ്റൽ ബ്രെയിലി സ്റ്റേറ്റ് ആർ എക്സാമ്പിൾസ് ഫോർ ദ ചേഞ്ചസ് ഇൻ ദി സിസ്റ്റം ഡ്യൂ ടു ദ ഡെവലപ്മെന്റ് ഇൻ ടെക്നോളജി. അല്ലേ, ശാസ്ത്ര സാങ്കേതിക വിദ്യയിലെ വളർച്ച ഇവയെ വരുത്തിയ മാറ്റങ്ങൾക്ക് ഉദാഹരണമാണ് സ്മാർട്ട് കെയിനും ഡിജിറ്റൽ ബ്രെയിൽ സ്ലേറ്റും. അല്ലേ, ബ്രെയിൽ സ്ലേറ്റ് ആണിത്, ബ്രെയിലി സ്ലേറ്റ്. അപ്പോൾ ഇവിടെ സ്മാർട്ട് കെയിൻ എന്ന് വെച്ചാൽ നോക്കൂ നിങ്ങളെ, സ്മാർട്ട് കെയിനെ കുറിച്ച് എന്താണ് സ്മാർട്ട് കെയിന്? അതായത് വഴി കണ്ടെത്താൻ, ടു ഫൈൻഡ് ദ വേ. ഇറ്റ് ഹെൽപ്സ് ടു ഫൈൻഡ് ദ വേ മോർ ഈസിലി. കൂടുതൽ എളുപ്പത്തിൽ വഴി കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇതിനെക്കുറിച്ചാണ് കേട്ടോ. പിന്നെ തടസ്സം കണ്ടെത്താൻ, അതായത് ടു ലൊക്കേറ്റ് ഒബ്സ്ട്രാക്കിൾസ്. അൾട്രാസോണിക് ഇൻഫ്രാറെഡ് സെൻസേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ടു ലൊക്കേറ്റ് ദ ഒബ്സ്ട്രാക്കിൾസ് ഇൻ റിയൽ ടൈം. അൾട്രാസോണിക്കും ഇൻഫ്രാറെഡ് സെൻസറുകളും ഉപയോഗിച്ച് തത്സമയം തടസ്സങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതുമായിട്ടുള്ള കണക്ടിവിറ്റി എന്താണ്? കണക്ടിവിറ്റി സ്മാർട്ട് കെയിനുകൾക്ക് ബ്ലൂടൂത്ത് വഴി സ്മാർട്ട് ഫോണുകളിലേക്കോ മറ്റു ഉപകരണങ്ങളിലേക്കോ കണക്ട് ചെയ്യാനാകും എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ടു ഐഡൻറ്റിഫൈ ഫാൾസ്, എന്തെങ്കിലും വീഴ്ച വന്നു കഴിഞ്ഞാലോ താഴെ വീഴുകയും എഴുന്നേൽക്കാൻ കഴിയാതെ വരികയും ചെയ്താൽ ബന്ധപ്പെട്ടവരെ നമ്മൾ വിവരം അറിയിക്കുന്നു. വ്യക്തിഗത ക്രമീകരണം, കസ്റ്റമൈസേഷൻ, അല്ലേ, ക്രമീകരിക്കാവുന്ന ഉയരം, വ്യത്യസ്ത ഹാൻഡിൽ ഗ്രിപ്പുകൾ, വിവിധ സെൻസറി ഫീഡ്ബാക്ക് ക്രമീകരണങ്ങൾ എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇത് സംഭവം ഇതാണ്. ഇതിന് നമുക്ക് നീളം, ഓരോരുത്തരുടെയും നീളം ഓരോ രീതിയിലല്ലേ കുഞ്ഞുങ്ങൾ, അപ്പോൾ അതിൻ്റെ അനുസരിച്ചൊക്കെ അറേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഇതിൻ്റെ ഡേറ്റ കളക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാസ്റ്റിൽ ഡേറ്റ കളക്ഷൻ എന്ന് വെച്ചാൽ യാത്ര ചെയ്ത ദൂരം എത്രയെന്ന് നമുക്ക് അതിനകത്തിൽ അറിയാൻ പറ്റും. നടത്തത്തിൻ്റെ വേഗത എത്രയെന്ന് അതിനകത്തിൽ അറിയാൻ പറ്റും. നേരിയ തടസ്സങ്ങളുടെ വിവരങ്ങൾ തുടങ്ങിയവ ശേഖരിക്കാൻ ഇവയ്ക്ക് കഴിയുമെന്നാണ് പറയുന്നത്. എന്തിനെക്കുറിച്ചാണ്? സ്മാർട്ട് കെയിനാണ് കേട്ടോ. അതിനെക്കുറിച്ച് ഒന്ന് ചുരുക്കി നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം, അതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തെല്ലാമാണെന്ന്. അടുത്ത നോക്കിക്കേ, സി പിക്ചർ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഇൻ ദ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്. ആരോഗ്യവകുപ്പിൻ്റെ ലേഖയിലെ ചിത്രങ്ങളും നിർദ്ദേശങ്ങളും നോക്കൂ. ജസ്റ്റ് ടേക്ക് കെയർ, സീ ഫോർ എ ലോങ് ടൈം. സൂക്ഷിച്ചാൽ മതി, ദീർഘനാൾ കാണാം. അതുകൊണ്ട് പിക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ അതായത് ഡു നോട്ട് റബ്ബ് ദ ഐസ്, കണ്ണുകൾ തിരുമാതിരിക്കുക. ഡു നോട്ട് ടച്ച് ഇൻസൈഡ് ദ ഐസ്, മങ്ങിയ വെളിച്ചത്തിൽ TV കാണാതിരിക്കുക. ഡു നോട്ട് വാച്ച് ടെലിവിഷൻ ഇൻ ഡിം ലൈറ്റ്. എന്ന് വെച്ചാൽ കണ്ണിനുള്ളിൽ അത് തന്നെ ഞാൻ പറഞ്ഞത്, ഇത് നോക്കിയാൽ പറയാം. ഡു നോട്ട് റബ്ബ് ദ ഐസ് എന്ന് വെച്ചാൽ കണ്ണുകൾ തിരുമാതിരിക്കുക. ഡു നോട്ട് ടച്ച് ഇൻസൈഡ് ദ ഐസ് എന്ന് വെച്ചാൽ കണ്ണിനുള്ളിൽ, നമ്മളിങ്ങനെ കണ്ണിനകത്തിൽ എന്തെങ്കിലും പൊടിയോ വല്ലതും ഉണ്ടെങ്കിൽ കണ്ണിനുള്ളിൽ കൈയിട്ട് നമ്മൾ തിരുമും, അങ്ങനെ ചെയ്യാതിരിക്കുക. പിന്നെ ഡു നോട്ട് വാച്ച് ടെലിവിഷൻ ഇൻ ഡിം ലൈറ്റ്, മങ്ങിയ വെളിച്ചത്തിൽ TV കാണാതിരിക്കുക. ഡു നോട്ട് യൂസ് മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, ടെലിവിഷൻ എക്സെട്ര ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. നമ്മൾ കൂടുതൽ സമയം മൊബൈൽ ഫോണ്, കമ്പ്യൂട്ടർ, TV തുടങ്ങിയവ ഉപയോഗിക്കാതിരിക്കുക. ഡു നോട്ട് യൂസ് ദ ഹാൻഡ്കർച്ചീഫ് യൂസ് ബൈ അതേഴ്സ് എന്ന് വെച്ചാൽ തുവാലകൾ, മറ്റുള്ളവർ ഉപയോഗിച്ച തുവാലകൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. റീഡ് ഇൻ എ വെൽ ലിറ്റ് പ്ലേസ് എന്ന് വെച്ചാൽ റീഡ് ഇൻ എ വെൽ ലിറ്റ് പ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വായിക്കാനേ ആവശ്യത്തിന് വെളിച്ചം കിട്ടുന്ന സ്ഥലത്തിരുന്ന് വായിക്കുക. പിന്നെ ഗെറ്റ് ദ ഐസ് ടെസ്റ്റഡ് പീരിയോഡിക്കലി, കണ്ണിൻ്റെ പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിയാൻ ഇടയ്ക്കിടയ്ക്ക് കാഴ്ച പരിശോധന നടത്തുക. ഇൻക്ലൂഡ് ഫ്രൂട്ട്സ്, ലീഫി ആൻഡ് അതർ വെജിറ്റബിൾസ് ഇൻ ദ ഡയറ്റ്, ഇലകളും പച്ചക്കറികളും പഴങ്ങളും ഒക്കെ അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. ആരോഗ്യവകുപ്പിൻ്റെ ഒരു നിർദ്ദേശമാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ണിനകത്തിൽ ആവശ്യമില്ലാതെ കൈയിട്ട് കണ്ണ് തിരുമാതിരിക്കുക, കണ്ണിനുള്ളിൽ കൈയിടാതിരിക്കുക, മങ്ങിയ വെളിച്ചത്തിൽ എന്ന് വെച്ചാൽ ലൈറ്റ് അണച്ചിട്ടൊക്കെ നമ്മൾ TV കാണും, അത് ഒഴിവാക്കുക. പിന്നെ കൂടുതൽ സമയം നമ്മൾ ഫോൺ ഉപയോഗിക്കാതിരിക്കുക, അത് പറ്റത്തില്ല അല്ലയോ. കമ്പ്യൂട്ടർ കാണാതിരിക്കുക, TV കാണാതിരിക്കുക, മറ്റുള്ളവർ ഉപയോഗിച്ച തുവാലകൾ ഉപയോഗിക്കാതിരിക്കുക. ആവശ്യത്തിന് വെളിച്ചമുള്ള സ്ഥലത്ത് വേണം ഇരുന്ന് ബുക്ക് വായിക്കാൻ. കണ്ണിൻ്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കണ്ണിന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. കണ്ണിന് നല്ല തിളക്കം വേകാൻ വേണ്ടി ഇലകളും പച്ചക്കറികളും പഴങ്ങളും ഒക്കെ കൂടുതൽ കഴിക്കുക എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും ഫസ്റ്റ് പാർട്ടിലിടാം. ഇനി ഇതിൻ്റെ നോട്ട് ഞാൻ തരാം. അപ്പോൾ അത് ഇത്രയും നല്ലതുപോലെ മനസ്സിലാക്കുക എന്നുള്ള കേട്ടോ. അതുപോലെ നിങ്ങൾക്കിത് ഞാൻ ഈ പറഞ്ഞു തന്നത്, അതായത് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ പറയണേ നിങ്ങൾ കേട്ടോ. ഓക്കെ, താങ്ക് യു.